ശ്രീജിത്ത് തുടരുകയാണ്. ശ്രീജിത്ത്, ഇപ്പം നമ്മൾ കണ്ട കാഴ്ച ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധിയായ ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ മുദ്രാവാക്യമാണ്. പലപ്പോഴും നമുക്കൊക്കെ വാക്കുകൾ പൂർത്തിയാക്കാൻ പറ്റാത്തത് VS എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹമായിരിക്കില്ല. അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി എങ്ങനെ നിലകൊണ്ടു എന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത കാലഘട്ടത്തിലെ ഒരു സമൂഹം എത്രത്തോളം വേദന സഹിച്ചു എന്നതാണ്. അപ്പോൾ ഈ പുതിയ തലമുറയിലേക്ക് കൂടി അതെത്തുന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു. അവരുടെ ജീവിതത്തിൽ പ്രകാശമേകാൻ അല്ലെങ്കിൽ തെളിമയേകാൻ വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ കാണുന്നു എന്നൊക്കെയല്ലേ ഈ അനുഭവ സാക്ഷ്യങ്ങളും ഈ ചെറിയ കുട്ടിയുടെ മുദ്രാവാക്യം അടക്കം തെളിയിക്കുന്നത്. ക്രിസ്റ്റീന, VS അച്യുതാനന്ദന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ ഇത്തരം ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം AKG സെന്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന ചെറിയ പെൺകുട്ടികൾ അടക്കമുള്ള ഈ SFIയുടെയോ മറ്റും DYFIയുടെ ഒക്കെ പ്രവർത്തകരായിരിക്കാം. അവർ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ VSനെ കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം മുഴക്കുന്ന കാണാമായിരുന്നു. അപ്പൊ പുതിയ തലമുറ ഒരുപക്ഷെ VSന്റെ സമരഭീഷ്ടമായ ആ കാലത്തെക്കുറിച്ച് അവർക്ക് കേട്ടറിവുകൾ മാത്രമായിരിക്കും, വായിച്ചറിവുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു അറിവിൽ നിൽക്കുമ്പോൾ പോലും VS എത്രമാത്രം അവരെ ആവേശം കൊള്ളിക്കുന്നു, അദ്ദേഹത്തിന്റെ സാമൂഹിക ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ എത്രമാത്രം ആവേശം കൊള്ളിക്കുന്നു എന്നൊരു തെളിവാണ് നമ്മൾ ഇപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി കാണുന്ന ആ രംഗങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, VS തലമുറകളെ സ്വാധീനിച്ച ഒരു നേതാവാണ്.